ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭം കനക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. ഇറാനിലെ സംഭവ വികാസങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികളും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സുരക്ഷിതരാണ്. നിയന്ത്രണങ്ങളുണ്ടെങ്കിലും വിദ്യാർത്ഥി സമൂഹവുമായി ബന്ധപ്പെടാൻ എംബസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ വില ഇടിയുകയും വിലക്കയറ്റം രൂക്ഷമാവുകയും ചെയ്തതോടെയാണ് ഇറാനിൽ പ്രതിഷേധം ആരംഭിച്ചത്. പിന്നീടിത് ഖമൈനി വിരുദ്ധ പ്രക്ഷോഭമായി മാറി. ടെഹ്റാനിൽ ആരംഭിച്ച പ്രക്ഷോഭം രാജ്യവ്യാപകമായി മാറി. പ്രതിഷേധക്കാരെ വെടിവെച്ചാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇതോടെ പ്രതിഷേധം വൻതോതിൽ ആളിക്കത്തി. വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രക്ഷോഭത്തിൽ സജീവമായി. അമേരിക്കയുടെ പിന്തുണ തുടക്കത്തിൽ തന്നെ ഇറാൻ പ്രതിരോധിച്ചിരുന്നു. ഇറാന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ഇടപെട്ടാൽ നശിപ്പിക്കുമെന്നാണ് ഇറാൻ നേതാവ് ആയത്തുള്ള അലി ഖമേനി ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. 2 ആഴ്ചയിലധികമായി നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭത്തിൽ ഇതുവരെ 500ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 10,000ഓളം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ജനകീയ പ്രക്ഷോഭം രൂക്ഷമായി തുടരവെ ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ US ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് കളമൊരുക്കുന്നതായി റിപ്പോർട്ട്. ടെഹ്റാനിൽ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ഖുസൈദി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. ആക്രമിക്കുമെന്ന തന്റെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ചർച്ചയ്ക്ക് മുന്നോട്ട് വന്നുവെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ചർച്ചയ്ക്കുള്ള ഒരുക്കം വൈറ്റ് ഹൌസ് ആരംഭിച്ചുവെന്നും പറഞ്ഞു. എന്നാൽ ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതിക്കും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും കടുത്ത നിയന്ത്രണങ്ങളാണ് US മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് ഇറാൻ വഴങ്ങാൻ സാധ്യതയില്ലാത്തതിനാൽ ഒത്തുതീർപ്പ് എങ്ങനെ സാധ്യമാകുമെന്ന് വ്യക്തമല്ല. യുദ്ധത്തിന് സജ്ജമാണെങ്കിലും ചർച്ചയ്ക്ക് എതിരല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു.